NDA കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കണ്ണൂർ ചൊവ്വയിൽ പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, കണ്ണൂർ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി സി രഘുനാഥ്, കെ രഞ്ജിത്ത്, കെ വിനോദ് കുമാർ, ദേശീയ കൗൺസിൽ അംഗം PK വേലായുധൻ, BDJS നേതാക്കളായ ശ്രീധരൻ കാരാട്ട്, കെ സോമൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു ഏളക്കുഴി, MR സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഇപ്പൊ കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുള്ള UDF കക്ഷികളുടെ കണ്ണു തുറപ്പിക്കലിനെ അവർക്ക് നിൽക്കുന്നുണ്ട്. പറയുമ്പോഴേക്ക് ഏറാമൂളി സമ്മതിച്ചു കൊടുക്കുകയല്ലേ. പണ്ട് കെ കരുണാകരന്റെ വീട്ടിലായിരുന്നു UDF ഉണ്ടായത്, തൃശ്ശൂര് പൂങ്ങന്നത്ത് ഓഫീസിൽ വെച്ചിട്ട്. അത് കണ്ടിട്ടുള്ള ആളും ഞാൻ തന്നെയാണ്. അന്ന് കോൺഗ്രസ് പറയുന്നതിനപ്പുറം ഒന്നും UDFൽ നടക്കില്ല. ഇന്ന് അവര് പറയണത് കേട്ട് ഏറാമൂളി നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരാണ് അവിടെ ഉള്ളത്. അവരെ കൊണ്ടൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയില്ല. ആ കപ്പല് മുങ്ങി തുടങ്ങി. മുങ്ങല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി AICC ആസ്ഥാനം അടച്ചുപൂട്ടേണ്ട സമയം. അത് കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഓഫീസ് പണിയാൻ പോലും സ്വന്തമായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ 60 കൊല്ലം ഭരിച്ചിട്ട് അവരെന്താ ചെയ്തേ? ഒരു സ്വന്തം ഒരു പാർട്ടി ഓഫീസ് ഡൽഹിയിലില്ല എന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പല നേതാക്കളെയും അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണാറുണ്ട്. കഴിഞ്ഞ ഒരു 5 പ്രാവശ്യം ഞാൻ ഡൽഹി പോയിട്ട് എനിക്ക് ഒരു നേതാക്കളെ പോലും കാണാൻ കഴിഞ്ഞില്ല. കാരണം ശ്രീമതി സോണിയാഗാന്ധി പറയും അവർക്ക് വയ്യ, ആരെയും കാണുന്നില്ല. രാഹുൽ ഗാന്ധി പിന്നെ അവിടെ ഉണ്ടാവാറില്ല, പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തുകാരനായിട്ടുള്ള ഒരു നേതാവിനെയാണ് കാണാൻ ഏറാമൂളി നിൽക്കേണ്ടത്. കുറെ നിന്നു, കാരണം ഈ പ്രസ്ഥാനം വിട്ടു പോരാനുള്ള ഒരു മടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു സങ്കടം പറയാൻ പോലും ആരും ഇല്ലാത്തൊരു സ്ഥിതി. നമ്മളൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ അവർക്ക് പുച്ഛാണ്. അതും എൻ്റെ വീട്ടിൽ വളർന്ന ആളുകളാണ് അവരൊക്കെ. എൻ്റെ സ്വന്തം സഹോദരന്മാരെമാരി വളർന്ന ആളുകളാണ്. അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ വല്ലാണ്ട് വേദനിക്കും. ഞാൻ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ ഈ പാർട്ടി വിട്ട് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തിരുന്നു. കാരണം എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്.